meet Deepa S. Panikar is here inside my house. This is my house, my share, and I will not sell this, okay, to any bastard actually. And this is my share, and my mother is having just a right to live here. That's all. No to right or no to transfer the property or anything. She doesn't have any right, okay. She just have the right to live here in this house. That's all. Nothing else. This is my share. I got this property through settlement deed, okay. So my mother is not having any extra property or anything actually. We just divided our property into two parts, and one given to this Preeta S. Panikar there at Pandalam, the property which is there at Pandalam actually. Pandalam means Ulanad, exactly Ulanad, okay. And this is mine, the property which situates here in this district Alappuzha, and this is actually exactly the Bharanika village, and my property lies at Bharanika village, and one property lies at Tekkekara village, okay. And this is my father's share, 9 cents of land and this house actually. Even my father said from the very beginning, he just gave me this by through his words, and I got this property after settlement deed also. And but we bought 17 cents of land backside to this property, and one my mother bought 10 cents, and the other one 7 I bought, and even that my mother gave to me, and she just have the right to live. That's all, nothing else. My mother doesn't have any right to transfer the property or anything. Even she said that, okay, even it is written in that only just to live, nothing else. Not to you all know through settlement deed how it is. Not to those people doesn't have any right to transfer the property and such things actually. Just have the right to live. That's all, nothing else. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് പുറകിനൊരു സിമി എന്ന് പറയുന്ന അവൾ എന്തിനാണ് എല്ലാവരും ചോദിക്കുന്നത്, ഇവളെന്തിനാണ് നടക്കുന്നതെന്നാണ്. ഇവൾ ആരാണെന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. ഇപ്പം എൻ്റെ യൂട്യൂബ്, ഞാൻ ഡൽഹി വെച്ചാണ് എൻ്റെ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ അറിയാൻ നമ്മളുടെ ഫോണുമൊക്കെ ഇവൾ പിടിച്ച് എന്തൊക്കെയോ നമ്മളെ വെച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാശൊക്കെ ഇവളുടെ ഇതിൻ്റെ പേരിൽ നമ്മളെ കൊണ്ടൊക്കെയുള്ള ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ ആരുടെയൊക്കെയോ നമ്മുടെ ആരൊക്കെയോ ആണെന്നൊക്കെ വരുത്തി തീർത്ത് നമ്മുടെയൊക്കെ ഇതൊക്കെ ഇവളുമാർ എടുത്തിട്ടുണ്ട്. നമുക്ക് യാതൊരു ബന്ധവും ഇവന്മാരുമായിട്ടില്ല. അതിനാണ് ഈ കള്ളക്കഥകളുണ്ടാക്കി. അവൻ ഇവിടെ ആങ്ങള എന്ന് പറയുന്ന ഒരു കള്ളൂടിയനുണ്ട്, അവനെ നമ്മൾ ഭർത്താവാക്കി വെച്ച് അവന് ഭാര്യയുണ്ട്, പള്ളിപ്പാട്ടുകാരി, ഒരു മിനി എന്ന് പറയുന്നവളാണ് ഇവൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ. പിന്നെ ഇവനെ അല്ലേ ആരെടുക്കും? ഇവനൊരു മുതുകുടിയൻ. ഇവൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ തെറി പറയുന്നൊരു കുടിയൻ. അവൻ്റെ മോൻ അതിനേക്കാട്ടി തെറി പറയുന്ന ഒരു കുടിയനാണ് ഇവനെയാണ് മയക്കിയിട്ടെല്ലാം ഇതാക്കിയത്. മയക്കിയിട്ട് 3 കോടിയൊക്കെ എടുത്ത് ഇവനെ ആർക്കാണ്ട് വേണോ? ഇവൻ്റെ മോനെയൊക്കെ ഇനി ഇവിടെ എന്താ പറയുന്നത്, ചുമ്മാതെ തരാമെന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട. ആർക്കും ഈ ഏരിയയിൽ ആരും സ്വീകരിക്കത്തില്ല അവനെ. അതുപോലത്തെ തെണ്ടിയാണ്, വെറും കെട്ട തേർഡ് റേറ്റ് ബാസ്റ്റേഡാണ്. അവനിങ്ങനെ നടക്കുകയാണ്, നമ്മളുടെ എന്തൊക്കെയോ ആണെന്നൊക്കെ വരുത്തി തീർത്ത് എന്തൊക്കെയോ പിടിച്ചു പറിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നുമില്ല. ഇപ്പം ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പം നിയമമുണ്ട്, ഹസ്ബൻഡും ആൻഡ് വൈഫാണെങ്കിൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയൊന്നും അവനൊന്നും ഒരു ഭർത്താവിനും എടുക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല. മനസ്സിലായില്ലയോ? ഇതെൻ്റെ കൊച്ചിനുള്ളതാണ്, ഒരവനും ഉള്ളതല്ല. ഇതെൻ്റെ കൊച്ചിനുള്ളതാണ്. അത് ഞാൻ എഴുതി വെക്കുകയും ചെയ്യും. ഇതെൻ്റെ കൊച്ചിനുള്ളതല്ല, അത് കണ്ടവനൊന്നും ഉള്ളതല്ല. ഇത് കണ്ടത് എമ്മാടിക്കൊന്നും ഉള്ളതല്ല. അഭിനയിച്ചു വന്നിട്ട് അവൻ്റെ പേരിലാക്കാനും വയ്ക്കാനും. നിൻ്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട. ഇത് എൻ്റെ വസ്തുവും വകയും പിടിച്ച് പറിക്കാനായിട്ട് നടക്കുക ഒരു സുബ്രഹ്മണ്യൻ. അപ്പം നിൻ്റെ ജീവിതത്തിൽ ഇത് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട കേട്ടോ. നിൻ്റെ ജീവിതത്തിൽ ഇത് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട. നിനക്ക് തരാനുള്ളതല്ല ഇത്, നിനക്കൊന്നും തരാനുള്ളതല്ല ഇത്, വിൽക്കാനുള്ളതല്ല. 5 കോടി ഉണ്ടോടാ നിൻ്റെ കയ്യിൽ? 5 കോടി നിൻ്റെ കയ്യിലുണ്ടോ? 5 കോടി 26 സെൻറ്റിന് 5 കോടി നിൻ്റെ കയ്യിലുണ്ടോ?
5 കോടി നിൻ്റെ കയ്യിലുണ്ടോടാ? നീ 10 ജന്മം ജനിച്ചാൽ നിൻ്റെ കയ്യിൽ 5 കോടി കിട്ടത്തില്ല. ഇപ്പം ഇവളുമാർക്ക് ആകെ കാശുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഈ സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആ മുതുകുടിയനെ കൊണ്ടുപോയി ആശുപത്രിയിൽ ബോധം കെടുത്തിയിട്ട് കിട്ടിയ 3 കോടിയോ ഏതാണ്ട് 3 കോടി കിട്ടിയെന്നൊക്കെ പറയുന്നതാ. അല്ലാതെ ഇവളുമാരുടെ ഒന്നും കയ്യിൽ ഒരു നയാ പൈസയുടെ കാശെടുക്കാൻ ഇല്ല. വെറും തെണ്ടികളായിരുന്നു, തെണ്ടികൾ. നമ്മുടെ പടി കിടക്കാനുള്ള യോഗ്യത ഇവളുമാർക്കില്ല. പടി കിടക്കാനുള്ള യോഗ്യത ഇവനുകൾക്കൊന്നുമില്ല. പിന്നില്ലയോ ഒരു രീതിയിലും പഠിത്തത്തിൽ കൂടെ വേണം, അല്ലെങ്കിൽ ഇതിൽ കൂടെ വേണം. ഒരു രീതിയിലും എങ്ങാണ്ടൂന്ന് വന്നൊരു കണിയാൻ, ഞാൻ ആരാന്നറിയത്തില്ല. നമ്മുടെ ആരാണ്ടാകാൻ വന്ന ആക്കുവോ? എങ്ങാണ്ടൂന്ന് വന്ന് കയറിയൊരു മലപ്പുറംകാരനൊരു മുതുകൂടിയൻ കണിയാൻ, റോഡിലൊക്കെ കള്ളു കുടിച്ച് കിടന്ന കണിയാൻ.